അൻവർ ഷീദൊക്കെ സംവിധാനം ചെയ്ത അണ്ണൻ തമ്പി എന്ന ചിത്രത്തിലെ സുരാജിയുടെ ഒരു ശബ്ദമാണ്. ശ്രദ്ധിക്കുക, പുള്ളി സ്വല്പം മദ്യപിച്ച് വരുന്നൊരു സുരാജ്. അപ്പോൾ ചില പട്ടി തിണ്ടി നാരികൾ പറയുന്നു, അമ്പലത്തിലെ പൈസ നമ്മൾ കട്ടുന്നു, നമ്മൾ കക്കൂല്ല, നിങ്ങൾ മുക്കൂല്ല, നമുക്ക് മാത്രമല്ല പൂർണ്ണ. ഇത് എന്റെ വീടിന്റെ അക്കാരം, ഇതുകൊണ്ട് പണയം വെച്ച് നിങ്ങൾ അമ്പലത്തിലെ പൈസ കൊടുക്ക്. അമ്പലത്തിലെ പൈസ കൊടുക്കുന്നു, അങ്ങനെ തന്നെ നിന്നോണം. നല്ല പ്ലേസ്, എനിക്ക് ഇപ്പൊ തന്നെ അറിയാം ഇത് അച്ചുവട്ടനാണോ അപ്പൂട്ടനാണോന്നോ. അത് നോക്കൂ, ഒരു പറബാ. താങ്ക് യു. അടുത്തായിട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് പഞ്ചവർണ്ണ തത്ത. അവ ജയറാമിയുടെ ശബ്ദം, അത് ഞാൻ തന്നെയാണ് ആദ്യമായിട്ട് ജയറാമിയുടെ പഞ്ചവർണ്ണ തത്തയിലെ ശബ്ദം മഴവിൽ മനോരമ അനുകരിച്ചത്. അപ്പൊ ആ ജയറാമിയുടെ ശബ്ദം മിമിക്രി പല ആർട്ടിസ്റ്റുകളും ചെയ്യുന്നെന്ന് പറഞ്ഞാൽ, അയ്യേ ഞാനൊരു കാര്യം പറയട്ടെ, മമ്മൂ മാളൂ ദേവൂട്ടി എല്ലാരും കൊണ്ട് ചെല്ലേ ബിന്ദു, ഇങ്ങനെ ഒരു സാധനമാണ് ജയറാമിയുടെ ശബ്ദം എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറ്റിപ്പിടിച്ച് പഞ്ചവർണ്ണ തത്ത എന്ന ചിത്രത്തിലെ ജയറാമിയുടെ ശബ്ദം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ശ്രദ്ധിക്കുക, ശ്രീ ജയറാം. അതേ നീ ഇവിടെ നിൽക്കുവാണോ? നിന്റെ വീട്ടില് ഏതാണ്ട് ചായ സൽക്കാരം നടക്കുന്നുണ്ടല്ലോ. അതേ വലിയ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെറിയ മനുഷ്യർക്ക് ചെയ്യാവുന്നേ. ആ എറണാകുളത്ത് ഒരു എക്സിബിഷൻ നടക്കുമായിരുന്നേ, അവിടെ ഒരു സായിപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് അമേരിക്ക സാന്റിഗോ എന്ന് പറയുന്ന സ്ഥലത്ത് കാഴ്ച ബംഗ്ലാവിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടേ. മോൻ പഠിച്ച് വലുതാകുമ്പോ മോനും കൂടെ പോകണം കേട്ടോ. ചുമ്മാ മൊബൈൽ അവിടെ വെച്ചാൽ വീട്ടിൽ പോടാം. ഇഷ്ടമായോ? താങ്ക് യു. അത് മതി, നിങ്ങളുടെ സപ്പോർട്ടാണ് പരിപാടിയുടെ വിജയം. അപ്പൊ ഈ സിനിമയുടെ ഡയറക്ടർ ശ്രീ പിഷാരടിയുടെ ശബ്ദം ഒന്ന് ഞാൻ ശ്രദ്ധിക്കുക. രമേശ് പിഷാരടി. എന്റെ മുകേഷ് 2016 ഞാൻ ധർമ്മത്തിനും കൂടി അബുദാബിയിൽ ഒരു പ്രോഗ്രാമിന് പോയി. പ്രോഗ്രാം കഴിഞ്ഞപ്പോ തന്നെ കുറെ കൂടവേറുള്ള ചേട്ടന്മാർ എന്റെ അടുത്ത് സെൽഫി എടുക്കാൻ വന്നു. അപ്പൊ പ്രോഗ്രാം കഴിഞ്ഞ് സെൽഫി എടുത്തപ്പോ ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ ഈ കണ്ണിങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞ മറുപടിയാണ്, എന്റെ പൊന്നു പിഷാരടി വയറ് കുറയ്ക്കാൻ വേണ്ടി കണ്ണ് പുറത്തോട്ട് തെളിച്ചത്. നന്ദി, നമസ്കാരം, ഒരുപാട് സന്തോഷം മുകേഷ് ചേട്ടാ. താങ്ക് യു. അടുത്ത നമ്മുടെ ഹാസ്യ സാമ്രാജ്യം ശ്രീ ജഗതി ശ്രീകുമാറിന്റെ ശബ്ദമാണ്. ശ്രദ്ധിക്കുക, ജഗതി ശ്രീകുമാർ. എന്റെ ചഞ്ചലിപ്പിച്ച പഞ്ചമറത്തിന്റെ ധ്വാഴി ഉള്ളത് പറഞ്ഞാൽ ഉറിയും ശരിക്കും മറകൾ കിടിയിലൂടെ 2 യുവ വിധനങ്ങൾ ഹാടിപ്പാടി നടക്കുന്ന ഝാരന്റെ കണ്ടുകൊണ്ട് കണ്ടതാ. തിരുമതി നമുക്ക് പോകാം, അവിടെയല്ലേ കൂട് അച്ചിപ്പറമ്പച്ചി. താങ്ക് യു. അടുത്ത ജയറാമിയുടെ മിക്ക സിനിമകളിലും മുത്തശ്ശൻ വേഷങ്ങൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന നടനാണ് മിസ്റ്റർ KTS പടനേൽ. പടനേൽ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പെട്ടെന്ന് അറിയത്തില്ല, എങ്കിലും ശബ്ദം പറയാം, ശബ്ദം പറയുമ്പോൾ മനസ്സിലാകും. ശ്രദ്ധിക്കുക, KTS പടനേൽ. അങ്ങോട്ട് കോരി കോരി കുടിക്കുക. അടുത്ത നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ, കഴിഞ്ഞിടക്ക് വിട്ടുപിരിഞ്ഞു നാടകത്തിൽ നിന്ന് സിനിമാരംഗം തേടി മലയാള സിനിമ ഒരുപാട് വ്യത്യസ്ത വേഷം ചെയ്ത നടനാണ് ശ്രീ ശശി കലിംഗ. അപ്പം അമർ അക്ബർ എന്ന ചിത്രം, പൃഥ്വിരാജിന്റെ ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ അച്ഛനായിട്ട് അഭിനയിച്ച് പൃഥ്വിരാജ് ഹോസ്പിറ്റലിൽ കാണാൻ വരുമ്പോൾ ഇദ്ദേഹം ഹോസ്പിറ്റലിൽ ഇങ്ങനെ രോഗിയായിട്ട് കിടക്കുന്ന ഒരു സീനാണ്. ശ്രദ്ധിക്കുക, ശശി കലിംഗയെ കാണാൻ പൃഥ്വിരാജ് വരുന്നു. എങ്ങനുണ്ട് നൈറ്റ്സുമാരൊക്കെ? അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു മറുപടി, 1-2 കൊള്ളാം. ചന്ദനമണിയിലെ ദീപിയുടെ ദശകമ ഇന്നറിയാൻ കൊച്ചിന്റെ അച്ഛൻ രമേശനാണോ സതീശനാണോ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പച്ച കളറുള്ള ചുമന്ന മുത്ത് പിടിപ്പിച്ച പാട്ടിമാർ കൊണ്ടുവരാൻ. താങ്ക് യു. അടുത്ത താരം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മധുസാറിന്റെ ശബ്ദമാണ്. ശ്രദ്ധിക്കുക, നരൻ എന്ന ലാലേട്ടന്റെ ചിത്രമായ നരൻ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് മധുസാറ് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, മധുസാർ. ശാന്തി വേലയുണ്ടോടെ അവനെ ഞാൻ വിളിച്ചെന്ന് പറയാം. പൊണ്ണ, നീ നാട്ടുകാരെ മുഴുവൻ തല്ലി തോപ്പിക്കും, എന്നെ നീ ഓടി തോപ്പിക്കല്ലേ? കേടപ്പം പറഞ്ഞു, തെങ്ങിന്റെ അമൃതവും പൂക്കലേ അതിന്റെ വാക്ഷിയും വെള്ളത്തിനടി കൊണ്ടുവച്ചെന്ന്. എവിടെയത്? ഞാനൊന്ന് കാണട്ടെ. നാളെ എനിക്ക് തല്ലുപിടിയും കല്ലുപിടിയും ഇല്ല. നീ ലേലെ പോവാൻ കഴിക്കാൻ പോവാണ്. നീ ചെയ്ത തെറ്റിന് നീ തന്നെ മാപ്പ് സാക്ഷിയാണ്ട് കഴിക്കണമെന്ന് ഒരു കല്യാണം. താങ്ക് യു. അടുത്ത ഇടുക്കിയുടെ സ്വന്തമായി ജാഫർ ഖാന്റെ ശബ്ദം. ഇടുക്കി ജാഫർ.
പുള്ളി പറഞ്ഞ തൊടുപുഴയിൽ 10 സെന്റ് സ്ഥലമൊക്കെ മേടിച്ച് ടൗണിൽ ഞാൻ താമസിക്കാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജാഫർ ഖാന്റെ ശബ്ദം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കുക. ജാഫർ. പടച്ചോനെ, എന്നെ പരിപാടിയാണോ ചെയ്തത്? നല്ല ക്ഷീണം. എവിടെ ഈ കൊട്ടാരത്തിൽ കുളിക്കുന്ന കുളമൊക്കെ, അത് ഈ കുളിച്ചോണ്ടൊക്കെ നിൽക്കുമ്പോഴൊക്കെ ഈ പെമ്പിള്ളാരൊക്കെ ഒന്ന് ശല്യപ്പെടുത്തോ? പെമ്പിള്ളാർക്ക് കുളിക്കാൻ പടിഞ്ഞാറസ്റ്റ് സൗകര്യം ഉണ്ടെന്നോ? ഏതാ അത്? 4, 5, 5, 7, 10. അടുത്ത താരം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീ ബിനു അടിമാലിയാണ്. സ്റ്റാർ മാജിക്കിലെ ബിനു അടിമാലിയുടെ ശബ്ദമാണ്. പുള്ളി റൂട്ട് ഇല്ലാതെ സംസാരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. ശ്രദ്ധിക്കുക. ശ്രീ ബിനു അടിമാലി. എന്നോട് എന്റെ കയ്യിലെ ആഗ്രഹം പോകണേ. എന്റെ അമ്മമ്മ എന്നത് എടാ സൽസർ പറഞ്ഞത് ഇങ്ങനെ ഇരിക്കുന്നത് നീ എന്നെ പരിപാടിയാണ്. നിന്റെ റോക്ലാച്ചി മുക്ലാച്ചി എടാ നിനക്ക് സർവ്വം നേരം വെള്ളം കുടിക്കാൻ പറയല്ല എങ്ങനത്. പരുത്തന്റെ പൊളിച്ച് ചാടിയ തങ്കമ്മേ, എന്റെ പരക്കം പച്ചിരി ഒതുക്കം കിട്ടോടി തങ്കമ്മേ. പരുത്തന്റെ പൊളിച്ച് ചാടിയ തങ്കമ്മേ, എന്റെ പരക്കം പച്ചിരി ഒതുക്കം കിട്ടോടി തങ്കമ്മേ. ആണിന്റെ മാനം കക്കണ താരടി തങ്കമ്മോ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ആണിന്റെ മാനം കക്കണ താരടി തങ്കമ്മോ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണടി തങ്കമ്മേ. പരുത്തന്റെ പൊളിച്ച് ചാടിയ തങ്കമ്മേ, പരക്കം പച്ചിരി ഒതുക്കം കിട്ടോടി തങ്കമ്മേ. ആരരുമാവാത്ത കാലത്തു ഞാനെന്നു ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണ്. ആരരുമാവാത്ത കാലത്തു ഞാനെന്നു ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നട്ടോട്ടമോട്ടിടുമ്പോ ടിക്കർ വലിച്ചെന്റെ കൈ മുതുകുന്ന ലത്തിയറോട്ട വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നട്ടോട്ടമോട്ടിടുമ്പോ ടിക്കർ വലിച്ചെന്റെ കൈ മുതുകുന്ന ലത്തിയറോട്ട വണ്ടി. ആരണം പാടേണം എനിക്കൊന്ന് പാടിച്ചിരിക്കണം, കേൾക്കണം കേൾക്കണം എന്റെ കഥ നീയൊന്ന് കേട്ടിടണം. ആരണം പാടേണം എനിക്കൊന്ന് പാടിത്തുടിക്കണം, കേൾക്കണം കേൾക്കണം എന്റെ കഥ നീയൊന്ന് കേട്ടിടണം. പച്ചപ്പനന്തത്തെ പുന്നാര പൂവത്തെ പുന്നലിൻ പുകരണേ, പുന്നലിൻ പുന്നലിൻ പുകരണേ. പച്ചപ്പനന്തത്തെ പുന്നാര പൂവത്തെ പുന്നലിൻ പുകരണേ, പുന്നലിൻ പുന്നലിൻ പുകരണേ. ആടണം പാടേണം എനിക്കൊന്ന് പാടി തുടിക്കണം, കേൾക്കണം കേൾക്കണം എന്റെ കഥ നീയൊന്ന് കേട്ടിടണം. ആടണം പാടേണം എനിക്കൊന്ന് പാടി തുടിക്കണം, കേൾക്കണം കേൾക്കണം എന്റെ കഥ നീയൊന്ന് കേട്ടിടണം. പച്ചപ്പനന്തത്തെ പുന്നാര പൂവത്തെ പുന്നലിൻ പുകരണേ, പുന്നലിൻ പുന്നലിൻ പുകരണേ. കൊച്ചിന് നീ എന്റെ കൊച്ചുപാടക്കൊപ്പിൽ ഒന്നുവ പൊന്നഴകേ, അഴകേ ഒന്നുവ പൊന്നഴകേ. ആടണം പാടേണം എനിക്കൊന്ന് പാടി തുടിക്കണം, കേൾക്കണം കേൾക്കണം എന്റെ കഥ നീയൊന്ന് കേട്ടിടണം. ആടണം പാടേണം എനിക്കൊന്ന് പാടി തുടിക്കണം, കേൾക്കണം കേൾക്കണം എന്റെ കഥ നീയൊന്ന് കേട്ടിടണം. ആടണം പാടേണം എനിക്കൊന്ന് പാടി തുടിക്കണം, കേൾക്കണം കേൾക്കണം എന്റെ കഥ നീയൊന്ന് കേട്ടിടണം. താങ്ക് യു. ഈ പരിപാടി ഇഷ്ടമാക്കി നല്ലൊരു കൈയടി. താങ്ക് യു. ഒരുപാട് സന്തോഷം കേട്ടോ. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. റോയൽ സൗണ്ട്സിന്റെ വിദഗ്ധ ടെക്നീഷ്യന്മാരുള്ള നന്ദിയും സൗണ്ട് ലൈറ്റ് ഈ കാലാവസ്ഥ പരിഗണിച്ച് പ്രോഗ്രാം പ്രോത്സാഹനം തന്ന എല്ലാവരും കേട്ടോ. പ്രോഗ്രാം കാണാൻ വന്ന എല്ലാ ഓഡിയൻസിനും എല്ലാവർക്കും കേട്ടോ. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ഇനിയും കാണാം. ശുഭരാത്രി. ഓക്കെ ബൈ.